പക്ഷം തിരിഞ്ഞു നിന്നു മുറ്റും വിടക്കെന്നിടുമ്പോൾ ഉറ്റവർ സ്നേഹിതർ പക്ഷം തിരിഞ്ഞു നിന്നു മുറ്റും വിടക്കെന്നിടുമ്പോൾ പറ്റിച്ചേർന്നവൻ നിൽക്കുമേ ഒടുവിലൻ പക്ഷത്തു ചേർന്നിടുമേ പറ്റിച്ചേർന്നവൻ നിൽക്കുമേ ഒടുവിലൻ പക്ഷത്തു ചേർന്നിടുമേ കൊടുവിട്ടൊടുവിൽ ഞാനെൻ നാട്ടിൽ വീടിൻ്റെ മുൻപിലെത്തും പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കായി ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കായി കൊടുവിട്ടൊടുവിൽ ഞാനെൻ നാട്ടിൽ വീടിൻ്റെ മുൻപിലെത്തും പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ പ്രാപഞ്ചികമാകും പ്രകൃതമെല്ലാം മാറും പ്രാണപ്രിയനോടു കൂടെന്നും ഞാൻ പ്രാപഞ്ചികമാകും പ്രകൃതമെല്ലാം മാറും പ്രാണപ്രിയനോടു കൂടെന്നും ഞാൻ പ്രാക്കൾ കണക്കെ പറക്കും നാമന്ന് പ്രാപിക്കും രൂപാന്തരം പ്രാക്കൾ കണക്കെ പറക്കും നാമന്ന് പ്രാപിക്കും രൂപാന്തരം കൊടുവിട്ടൊടുവിൽ ഞാനെൻ നാട്ടിൽ വീടിൻ്റെ മുൻപിലെത്തും പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. നീ പാർക്കുന്നിടം സാത്താൻ്റെ സിംഹാസനമുള്ള ഇടമെന്ന് ഞാൻ അറിയുന്നു. അനേക കുടുംബങ്ങൾ ഇന്ന് സാത്താൻ്റെ സിംഹാസനമുള്ള ഇടമാണ്. അനേകം കുടുംബങ്ങൾ, അനേകം വീടുകൾ സാത്താൻ്റെ സിംഹാസനമുള്ള ഇടമാണ്. എന്നും വഴക്ക്, എന്നും കലഹം, എന്നും തർക്കം, എന്നും വിതർക്കം, എന്നും അഭിപ്രായ വ്യത്യാസം, എന്നും ശണ്ഠ, എന്നും കലഹം, എന്നും ഒച്ചപ്പാട് നിങ്ങളുടെ വീടുകളില്ലേ? പ്രിയപ്പെട്ടവരെ, സാത്താൻ സിംഹാസനം ഇട്ടിരിക്കുകയാണ്. സാത്താനോട് വാഴുകയാണ്. ഈ ക്ഷുദ്രപ്രയോഗങ്ങളും മന്ത്രവാദങ്ങളും മാത്രമല്ല, ജീവിതത്തിലുള്ളതായ പാപങ്ങൾ അവിടെയെല്ലാം സാത്താൻ വാഴുന്നു. നിങ്ങൾ ചിന്തിക്കൂ, പിശാച് വാഴുകയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു. ഭൂമി പാഴും ശൂന്യമായിരുന്നല്ല, ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു. എങ്ങനെയായിത്തീർന്നു? ഭൂമി പാഴും ശൂന്യമായി തീരാൻ കാരണം നിഗളിച്ച മാലാഖമാരുടെ കൂട്ടത്തെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തള്ളിവിട്ടു, ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അങ്ങനെ ലൂസിഫർ, സാത്താൻ, അവൻ സിംഹാസനം ഇട്ടു. അവൻ ഓരോ വ്യക്തിയിലും സിംഹാസനം ഇടുന്നു. അവൻ ഓരോ കുടുംബങ്ങളിലും സിംഹാസനം ഇടുന്നു. സാത്താൻ
ഇങ്ങനെ ഭൂമിയിൽ സിംഹാസനം ഇട്ടതുകൊണ്ട്, ഭൂമിയിലെ മനുഷ്യരെ സിംഹാസനം ഇട്ടതുകൊണ്ട് ഭൂമി പാഴായി തീർന്നു, ഭൂമി ശൂന്യമായി തീർന്നു, പാഴും ശൂന്യമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എത്രയോ കാലം ഭൂമി പാഴും ശൂന്യമായി തീർന്നു. അങ്ങനെ നൂറ്റാണ്ടുകൾ കിടന്നു, കോടാനുകോടി വർഷങ്ങൾ കിടന്നു കാണും. ആദിയിൽ ദൈവാകാശവും ഭൂമി സൃഷ്ടിച്ചു, ഭൂമി പാഴും ശൂന്യമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ടവരെ, സാത്താൻ അന്നു മുതലേ ദൈവമക്കളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവമക്കളെ അവൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവമക്കളെ അവൻ ബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, അനേകം പാപത്തിൻ്റെ ബന്ധനങ്ങൾ, അനേകം ശാപത്തിൻ്റെ ബന്ധനങ്ങൾ, അനേകം കെടുതിയുടെ ബന്ധനങ്ങൾ, അനേകം ആക്സിഡൻറ്റിൻ്റെ ബന്ധനങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള ബന്ധനങ്ങളാണ് മനുഷ്യൻ വരുന്നത്, ഏതെല്ലാം തരത്തിലുള്ള കെടുതികളാണ് വരുന്നത്. കഷ്ടനഷ്ടങ്ങൾ, വലിയ കടബാധ്യതകൾ എല്ലാം സാത്താനാണ് കൊണ്ടുവരുന്നത്. വലിയ മഹാരോഗങ്ങൾ പിശാചാണ് കൊണ്ടുവരുന്നത്. എന്നാൽ എല്ലാം നന്മയ്ക്കാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. എന്തു വേണം? ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നതിനായി തീരണം, മാത്രം മതി, വേറൊന്നും വേണ്ട. ഈ സാത്താൻ്റെ സിംഹാസനമുള്ളിടത്ത് ഞാനൊരാൾ ദൈവത്തെ സ്നേഹിക്കുമെന്ന് തീരുമാനിക്കണം. എൻ്റെ കുടുംബത്തിൽ സാത്താൻ സിംഹാസനം ഇട്ടിട്ടുണ്ട്, പക്ഷേ ഞാനൊരാൾ യേശുവിനെ സ്നേഹിക്കും, ഞാനൊരാൾ രക്ഷകനായ മിശിഹായിൽ ആശ്രയിക്കും, ഞാനൊരാൾ ക്രൂശിൽ മരിച്ച രക്ഷകനിൽ ആശ്രയിക്കും, ഞാനൊരാൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ ആശ്രയിക്കും. ആ ഒരു തീരുമാനം നമുക്ക് വരണം. ക്രൂശിക്കപ്പെട്ട യേശു അല്ലാതെ വേറെ ഒന്നും നമ്മുടെ മുന്നിലേക്ക് വരരുത്, യേശു ക്രിസ്തു മാത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെട്ട അനേകരുണ്ട്. അവരുടെ ജാതകങ്ങൾ കത്തിച്ച് കളഞ്ഞവരുണ്ട്, മന്ത്രവാദത്തിൻ്റെ ഓലകൾ കത്തിച്ച് കളഞ്ഞവരുണ്ട്, മന്ത്രവാദത്തിൻ്റെ ഫലമായി സഹായിച്ചാൽ തകിടുകൾ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ചില മന്ത്രവാദം ചെയ്തുകൊണ്ടുവന്നതായ ഏലസുകൾ എല്ലാം എറിഞ്ഞ് കളഞ്ഞവരുണ്ട്, നശിപ്പിച്ച് കളഞ്ഞവരുണ്ട്. എന്തുകൊണ്ട്? ഇതെല്ലാം ദോഷമാണെന്നറിയാം. പിശാചിന് അവകാശമുള്ളതൊന്നും നമ്മുടെ കുടുംബത്തിലുണ്ടായിരിക്കരുത്, സാത്താൻ അവകാശമുള്ള ഒന്നും ഉണ്ടായിരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. പിശാചിന് അവകാശമുള്ള ഏതെങ്കിലും നമ്മുടെ കുടുംബത്തിലുണ്ടായാൽ അത് ദോഷമാണ്. താൻ ഇടാത്ത മുട്ടയുടെ മുകളിൽ ഒരുങ്ങിയിരിക്കുന്ന തെത്തിരി പക്ഷിയെ പോലെയാകുമെന്ന് യിരെമ്യാ 17 പറയും. താൻ സമ്പാദിക്കാത്ത ധനത്തിന്മേൽ ആശ്രയിച്ചിരിക്കുന്നവൻ, വായിക്കാം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ, താൻ ഇടാത്ത മുട്ടയുടെ മേൽ പൊരുന്നിയിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെയാകുന്നു എന്ന്. ന്യായമായിട്ടല്ലാതെ ധനം സമ്പാദിക്കുന്നവൻ താൻ ഇടാത്ത മുട്ട പൊരുന്നിരിക്കുന്ന തിത്തിരിപ്പക്ഷിയെ പോലെയാകുന്നു. താൻ ഇടാത്ത മുട്ട പൊരുന്നിരിക്കുന്ന തിത്തിരിപ്പക്ഷിയെ പോലെയാകുന്നു. 11-ാം വാക്യം, ന്യായമായിട്ടല്ലാതെ ധനം സമ്പാദിക്കുന്നവൻ താൻ ഇടാത്ത മുട്ട പൊരുന്നിരിക്കുന്ന തിത്തിരിപ്പക്ഷിയെ പോലെയാകുന്നു. അവൻ്റെ മധ്യായുസിങ്കൽ അതവനെ വിട്ടുപോകും. അവൻ്റെ മധ്യായുസിങ്കൽ ആ ധനം അവനെ വിട്ടുപോകും. ഒടുക്കം അവൻ ഭോഷനായിരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകം ഓർക്കേണ്ട വാക്യമാണത്. താൻ ഇടാത്ത മുട്ടയുടെ മേൽ പൊരുന്നിരിക്കുന്ന തിത്തിരിപ്പക്ഷി പോലെയാകുന്നു. അത് വിട്ടുപോകും. ദൈവത്തിന് സ്തോത്രം. അത് മാറിപ്പോകും. ന്യായമായിട്ടല്ലാതെ ധനം സമ്പാദിക്കുന്നവൻ താൻ ഇടാത്ത മുട്ട പൊരുന്നിയിരിക്കുന്ന തിത്തിരിപ്പക്ഷിയെ പോലെയാകുന്നു. അവൻ്റെ മധ്യായുസിങ്കൽ അതവനെ വിട്ടുപോകും. ഒടുക്കം അവൻ ഭോഷനായിരിക്കും. ബുദ്ധിയില്ലാത്ത മനുഷ്യനായി ഭോഷനായിപ്പോയി. സഹോദരങ്ങളെ, നാം സമ്പാദിക്കുന്ന ധനം അത് ദൈവം പ്രസാദിക്കുമെന്ന് നോക്കണം. നമ്മുടെ കയ്യിൽ 10 രൂപയുണ്ടെങ്കിൽ ദൈവം പ്രസാദിക്കുന്നതാണോ എന്ന് നോക്കണം. ദൈവം പ്രസാദിക്കാത്ത രൂപയുണ്ടെങ്കിൽ ഉടനെ അതിൻ്റെ ഉടമസ്ഥന് തിരിച്ചു കൊടുത്തേക്കുക, ഒട്ടും വൈകരുത്. വീണ്ടും ഞാൻ പറയുന്നു, ദൈവത്തിന് സ്തോത്രം. കടം വെച്ചുകൊണ്ട് നിങ്ങൾ ധനം ഉണ്ടാക്കരുത്, അത് നല്ലതല്ല. കടം എത്രയും വേഗം തീർക്കാൻ ധനമുണ്ടെങ്കിൽ അത് വിറ്റ് വിനിമയം ചെയ്യുക. ആർക്കും കടപ്പെട്ടിരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം നടന്നില്ലെങ്കിൽ നമ്മുടെ മേൽ വലിയ ശിക്ഷാവിധികൾ വരും. കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാൻ മനസ്സില്ലാതിരിക്കുന്നവർ വലിയ ശിക്ഷാവിധി ക്ഷണിച്ചു വരുത്തുകയാണ്. ഇപ്പോൾ തൽക്കാലം സുഖമായിട്ടൊക്കെ പോകും, തൽക്കാലം നല്ല ഭംഗിയായിട്ടും കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും തോന്നും. ഒന്നും ഭംഗിയായിട്ട് നടക്കുകയില്ല. എന്നും നിരാശയായിരിക്കും, എന്നും ദുരിതമായിരിക്കും, എന്നും ആവലാതിയായിരിക്കും, എന്നും രോഗമായിരിക്കും, എന്നും കഷ്ടനഷ്ടങ്ങളായിരിക്കും, എന്നും അസ്വസ്ഥതയായിരിക്കും. ദൈവത്തിന് സ്തോത്രം. പൈസ കയ്യിൽ വരുന്നത് സൂക്ഷിച്ചു വേണം. ദൈവം ആഗ്രഹിക്കാത്തതോ ദൈവം അനുവദിക്കാത്തതായ പൈസ കയ്യിൽ വരരുത്. ദൈവത്തിന് സ്തോത്രം. പൈസ ചെലവഴിക്കുന്നത് സൂക്ഷിച്ചു വേണം. തോന്നിയതുപോലെ ചെലവഴിക്കാൻ പാടില്ല. അതെല്ലാം നല്ലപോലെ ആലോചിച്ച് ചെയ്യേണ്ടതാണോ എന്ന് ചിന്തിച്ച് വേണം ചെയ്യാൻ. നിങ്ങൾക്ക് ഒരു 1000 രൂപ ശമ്പളം ഉണ്ടെന്നിരിക്കട്ടെ, 1000 രൂപ ശമ്പളമുണ്ട്. ആ ശമ്പളത്തിൽ നിങ്ങളെ ദൈവം ഏൽപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉടമസ്ഥൻ കർത്താവായ യേശുക്രിസ്തുവാണ്. അവനാണ് നിങ്ങൾക്ക് ആ ശമ്പളം തന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല, പറഞ്ഞു തരാം. കർത്താവായ യേശുക്രിസ്തുവാണ് ശമ്പളം തന്നത്. ആ ശമ്പളത്തിൽ 1000 രൂപയിൽ, കർത്താവേ ഞാൻ ഈ പ്രാവശ്യം ഇന്ന കാര്യത്തിന് ഞാൻ കുറച്ച് രൂപ എടുത്തോട്ടെ, കൃത്യം രൂപ ചോദിക്കുന്നു. കർത്താവിനോട് ചോദിച്ചു വാങ്ങുന്നു. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇതെങ്ങനെ ചോദിച്ചു വാങ്ങും? കർത്താവ് മറുപടി പറയുമോ?
പറയും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ബോധ്യമാകും. കർത്താവിനോട് ചോദിച്ച് കർത്താവിൻ്റെ അനുമതി കൂടാതെ 10 പൈസ ചെലവഴിക്കാൻ പാടില്ല. ഓർത്തുകൊള്ളൂ, ദൈവം പ്രസാദിക്കാത്ത വിധത്തിൽ രൂപ ചെലവഴിച്ചാൽ അതും പാവമാണ്. ദൈവം പ്രസാദിക്കാത്ത വിധത്തിൽ രൂപ കയ്യിൽ വന്നാൽ അതും പാവമാണ്. ഓർത്തുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ഈ സഭയിൽ വെളിപ്പാട് പുസ്തകത്തിലെ 3-ാമത്തെ സഭയിൽ അവർക്ക് പറ്റിയ അപകടം അതാണ്. വർഗ്ഗോസിലെ സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഇരുവായത്തിലുള്ള വാളുള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താൻ്റെ സിംഹാസനമുള്ള ഇടമെന്നും ഞാൻ അറിയുന്നു. സാത്താൻ്റെ സിംഹാസനം. നമ്മിലാരും സാത്താന് സിംഹാസനം ഇട്ട് കൊടുക്കരുത്. വീട്ടിലേക്ക് സാത്താനെ ക്ഷണിച്ചു വരുത്തരുത്. വീട്ടിലുള്ള സാത്താനെ ഇറക്കി വിട്ടുകൊള്ളണം. കലഹത്തെ മാറ്റിക്കൊള്ളണം, പിണക്കം മാറ്റിക്കൊള്ളണം, അഭിപ്രായ വ്യത്യാസം മാറ്റിക്കൊള്ളണം. പ്രിയപ്പെട്ടവരെ, വ്യക്തമായിട്ട് പറയുകയാണ്, ആരോടും മുഷിഞ്ഞിരിക്കരുത്, ആരോടും ഭിന്നിച്ചിരിക്കരുത്, ആരോടും അകൽച്ചയായിട്ടിരിക്കരുത്. വ്യക്തമായി മനസ്സിലാക്കുക. നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുക മാത്രം ചെയ്യുക. കഴിവുള്ള ഉപകാരം എല്ലാവർക്കും ചെയ്യുക. നിന്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കുന്ന എഴുതിയിരിക്കുന്നുവല്ലോ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. റോമർ 12-ാം അധ്യായം അവസാന വാക്യം. നിന്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മിൽ അനേകം പേര് വചനം കേൾക്കാൻ വരുന്നുണ്ട്. നല്ലതാണ്. പക്ഷേ തിന്മയോട് തോറ്റിരിക്കുകയാണ്, പാവത്തോട് തോറ്റിരിക്കുകയാണ്, പാവത്തിന് മുമ്പിൽ തോറ്റിരിക്കുകയാണ്. സാത്താൻ സിംഹാസനം ഇട്ടിരിക്കുന്നു. ഇന്ന് നിങ്ങൾ ദയവായും ചിന്തിക്കുമോ, എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ സാത്താൻ സിംഹാസനം ഇട്ടിട്ടുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ പിശാച് സിംഹാസനം ഇട്ടിട്ടുണ്ടോ? കർത്താവേ, നീ ഇത് കാണിച്ചു തരണമേ. എവിടെയെല്ലാമാണ് സാത്താൻ സിംഹാസനം ഇട്ടിരിക്കുന്നത്? ഏതെല്ലാം കാര്യങ്ങളാണ് എനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്? എൻ്റെ കുടുംബത്തിൽ ഞാനും ഭാര്യയും തമ്മിൽ പൂർണ്ണമായ ഐക്യമാണോ? ഞാൻ എൻ്റെ മക്കളും തമ്മിൽ പൂർണ്ണ സ്നേഹമാണോ? മക്കളോട് ഏതെങ്കിലും തരത്തിൽ എനിക്ക് പക്ഷഭേദമുണ്ടോ? ആരോടെങ്കിലും പക്ഷഭേദമുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ, ഓരോന്നോരോന്ന് ചിന്തിക്കൂ. ഭർത്താവിന് വിനയപ്പെടാത്ത സ്ത്രീകളുണ്ടോ? ഭർത്താവിന് വിനയപ്പെടാത്തവർ. വേദപുസ്തകം പറയുന്നു, ഭർത്താവിനെ കീഴ്പ്പെടുവീൻ, ഭർത്താവിനെ അനുസരിപ്പീൻ, ഭർത്താവിനെ ഭയപ്പെടുവീനെന്ന്. വേദപുസ്തകം പറയുന്നു, ഭാര്യയെ സ്നേഹിപ്പീൻ, ഭാര്യയെ കരുതുവീൻ, ഭാര്യയെ ബഹുമാനിപ്പീനെന്ന്. ഇതൊക്കെ ഈ വചനം വെച്ചുകൊണ്ട് നോക്കണം, നാം ചിന്തിച്ച് നോക്കണം. സ്വന്തം ഭാര്യയെ സ്നേഹിക്കുകയും കരുതുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടോ? ആ സാധു സ്ത്രീയെ നിരന്തരം ശല്യപ്പെടുത്തുകയാണോ? അവളുടെ അഭിമാനത്തിന് കേടുവരുത്തക്കവണ്ണം അവളെ മുറിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടോ? വാക്കുകൊണ്ട് മുറിപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, മൂർച്ചയുള്ള വാക്കുകളുണ്ട്. നിങ്ങളുടെ ഭാര്യയെ മുറിപ്പെടുത്തരുത്, മക്കളെ മുറിപ്പെടുത്തരുത്, മാതാപിതാക്കളെ മുറിപ്പെടുത്തരുത്, അമ്മായിയമ്മയെ മുറിപ്പെടുത്തരുത്. ദൈവത്തിന് സ്തോത്രം. മനസ്സിലാക്കൂ, നിങ്ങളുടെ വാക്കുകൾ മൂർച്ചയുള്ള വാക്കുകളാണ്. അതൊരിക്കലും ദൈവത്തിനെതിരായി പ്രയോഗിക്കരുത്. നിങ്ങൾക്ക് തന്നെ നാശമായിത്തീരും. നിങ്ങൾ കുടുംബം ഐശ്വര്യമുള്ളതായിത്തീരട്ടെ. സാത്താൻ്റെ സിംഹാസനം അവിടെ നിന്ന് മാറ്റിക്കളയട്ടെ. ഏതെങ്കിലും അനീതി നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? അഴിമതിക്ക് നിങ്ങൾ കൂട്ടു നിന്നിട്ടുണ്ടോ? കള്ളത്തരത്തിന് കൂട്ടു നിന്നിട്ടുണ്ടോ? വഞ്ചന ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും ചതിച്ചിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരേക്കാൾ ഞാൻ ഭേദമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഞാൻ എല്ലാവരേക്കാളും കുറച്ചുകൂടി മുമ്പനാണെന്ന് തോന്നിയിട്ടുണ്ടോ? എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കൂ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ ഭയത്തോടെ പറയട്ടെ, ഇതെല്ലാം ഓരോന്നോരോന്ന് കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കാണിച്ചു തരുന്നതാണ്. നിങ്ങൾക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ ഭയപ്പെടുന്നു. ആരെങ്കിലും എന്നെ ഒന്ന് ഏതെങ്കിലും തരത്തിൽ നിന്ന് പ്രശംസിച്ചാൽ അപ്പോൾ ഞാൻ എൻ്റെ കർത്താവേ എന്ന് ഞാൻ ഉള്ളത്തിൽ പറയും. കാരണം എന്താണെന്നറിയാമോ? എനിക്ക് പരുക്ക് പറ്റും. എന്നെക്കുറിച്ച് നല്ലതാണ് പറഞ്ഞത്, പക്ഷേ എനിക്ക് ആത്മാവിൽ പരുക്ക് പറ്റും. ആരെങ്കിലും എന്നെ വളരെ കാര്യമായിട്ട് പരിഗണിച്ച് സംസാരിക്കുകയാണ്, പക്ഷേ എനിക്ക് പരുക്ക് പറ്റും. എനിക്കറിയാം, എൻ്റെ ആത്മാവിൽ മുറിവ് പറ്റും, എനിക്ക് കേടുവരും. അതുകൊണ്ട് അപ്പോൾ ഉടനെ എൻ്റെ കർത്താവേ, ഇതിൻ്റെ തിരക്കത്തിൽ നിന്ന് മറയ്ക്കണമേ, യേശുവേ നിനക്ക് സ്തുതി. അതുകൊണ്ടാണ് ഞാൻ പറയാറുള്ളത്, ആരെയും പ്രശംസിക്കരുത്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ദൈവമാണെങ്കിലും നിങ്ങൾ പ്രശംസിക്കുകയോ ആ ആളിൽ അഭിമാനിക്കുകയോ ചെയ്യരുത്. ആ ആളെ പൂജിക്കരുത്. ഒരു മനുഷ്യനെയും പൂജിക്കരുത്. ഒരു മനുഷ്യൻ്റെയും കീഴിൽ നിങ്ങൾ നിൽക്കരുത്. നിങ്ങളെപ്പോഴും നിങ്ങൾ യേശു ഉള്ളവരായി നിൽക്കുക. ഈ ഭൂമിയിൽ ആരും ആരെയേക്കാൾ വലുതല്ല, ആരും ആരെയേക്കാൾ ചെറുതുമല്ല. വ്യക്തി പൂജകൾ നമ്മുടെ കൂട്ടായ്മയിൽ പാടില്ല. നാം ജീവിക്കുന്നത് ക്രിസ്തുവിൻ്റെ മക്കളായിട്ടാണ്. നിങ്ങൾ ഏതെങ്കിലും കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ? ഇതുവരെയും കൈക്കൂലി വാങ്ങി തിരിച്ച് അതിന് പരിഹാരം വരുത്താത്തവരുണ്ടോ? ചിന്തിച്ച് നോക്കൂ. കൈക്കൂലി വാങ്ങി, പക്ഷേ തിരിച്ചു കൊടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ തിരിച്ചു കൊടുക്കാൻ എന്ത് ചെയ്യും? കൊടുക്കാൻ മാർഗമില്ല. എന്ത് ചെയ്യും? ആൾ ഇപ്പോൾ ഭൂമിയിലില്ല. എന്ത് ചെയ്യും? അതല്ലെങ്കിൽ ആൾ ഇപ്പോൾ എവിടെയാണെന്ന് അറിയാൻ പാടില്ല. എന്ത് ചെയ്യും? പ്രിയപ്പെട്ടവരെ, അങ്ങനെ വരുമ്പോൾ നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ,
ഇതിൻ്റെ ഉടമസ്ഥനെ തിരിച്ചു കൊടുക്കാൻ വയ്യാത്ത രീതിയിൽ കാര്യങ്ങൾ ഇപ്പോൾ മാറിയിരിക്കുന്നല്ലോ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കർത്താവേ, എനിക്ക് ഇതിൽ നിന്ന് മോചനം വേണം. എൻ്റേതല്ലാത്ത പൈസ എൻ്റെ കയ്യിലിരിക്കുന്നു. ആ പൈസ ഞാൻ ഉപയോഗിച്ചു പോയി. ഞാൻ ഇനി എന്ത് ചെയ്യണം? കർത്താവേ, എനിക്ക് നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ കറ തീർന്നവനായി കടന്നു വരണമല്ലോ. അത് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിന് സ്തോത്രം. ഇരുന്ന് ആലോചിക്കണം, പ്രാർത്ഥിക്കണം, കർത്താവിനോട് പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഒന്നുകിൽ അത് കൊടുക്കാൻ നിർവാഹമില്ലാത്ത ആളാണെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്കുക, പാവപ്പെട്ട പലർക്കായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സാധുക്കൾക്ക് വേണ്ടി കൊടുക്കുക, ആഹാരത്തിന് മാർഗ്ഗമില്ലാത്തവർക്ക് വേണ്ടി കൊടുക്കുക, കിടപ്പാടമില്ലാത്തവർക്ക് വേണ്ടി കൊടുക്കുക. ചെയ്തോളൂ. ദൈവത്തിന് സ്തോത്രം. ഏതെങ്കിലും ധാർമ്മികമായ കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തോളൂ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പോയി പള്ളിയിലിടണമെന്ന് ഞാൻ പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് പള്ളിയിലെ രൂപ നല്ല കാര്യങ്ങൾക്കല്ല ചിലവായിക്കൊണ്ടിരിക്കുന്നത്. പള്ളിയിൽ രൂപ അഴിമതിക്ക് ചിലവായിക്കൊണ്ടിരിക്കുന്ന പള്ളികളുണ്ട്. എല്ലാ പള്ളികളും അല്ലായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പള്ളിയിലിടാൻ ഞാൻ പറയുന്നില്ല. നേരെ മറിച്ച് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ തന്നെ ശോധന ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട്, കർത്താവേ, ഞാനിത് എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത്? നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് നേരെ കാര്യങ്ങൾ മനസ്സിലാക്കി തരും. നിങ്ങൾക്ക് മനസ്സിൽ വ്യക്തമായി തോന്നൽ തരും കർത്താവ്. അങ്ങനെ എല്ലാ ബന്ധനങ്ങളും മാറണം. പ്രിയപ്പെട്ടവരെ, ബന്ധനങ്ങളെല്ലാം മാറി ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കണം. കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതിൻ്റെ നാമത്തെ സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. ആത്മാവ് കാരാഗ്രഹത്തിലാണ്. സാത്താന് സിംഹാസനത്തിൽ ഇരിക്കുന്നിടത്താണ് ആത്മാവ്. അപകടമാണ്. എൻ്റെ സഹോദരങ്ങളെ, അതിർത്തി തർക്കം വല്ലയിടത്തുണ്ടായിട്ടുണ്ടോ? ചിന്തിക്കൂ. വരമ്പ് കളത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? ചിന്തിക്കൂ. ആരുടെയെങ്കിലും ഏതെങ്കിലും കുറച്ച് ഭൂമി നിങ്ങൾ വഞ്ചിച്ചെടുത്തതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നില്ലായിരിക്കും. പക്ഷേ മറ്റാർക്കെങ്കിലും തോന്നുന്നുണ്ടായിരിക്കുമോ? ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. ഓരോരോ കാര്യങ്ങൾ ഒന്നൊന്നായി ചകഞ്ഞു നോക്കണം. അങ്ങനെ നമ്മുടെ പാവങ്ങൾ കണ്ടുപിടിക്കും. ഇതെല്ലാം എടുത്തുകൊണ്ട് കർത്താവിലേക്ക് ചെല്ലണം. എല്ലാം എടുത്തുകൊണ്ട് തനിയെ നിങ്ങൾ ക്രൂശിൻ്റെ ചുവട്ടിലിരിക്കണം. കുരിശ് അവിടെ വെച്ചുകൊണ്ട് ഇരിക്കണം എന്നല്ല പറഞ്ഞത്. ക്രൂശിക്ക് ഉടനെ ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലിരിക്കണം. ഏകാഗിയായിട്ടിരിക്കണം. കർത്താവേ, എനിക്ക് ചില ബന്ധനങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിൽ ചില ബന്ധനങ്ങൾ എനിക്കുണ്ട്. എൻ്റെ ജീവിതത്തിൽ ചില മാറാത്ത ഒഴിയാ ബാധകളുണ്ട്. എൻ്റെ കർത്താവേ, ഞാൻ സാത്താൻ്റെ സിംഹാസനമുള്ളിടത്താണ് ഇരിക്കുന്നത്. അനേകം കഷ്ടങ്ങളും നഷ്ടങ്ങളും എനിക്ക് വന്നു. കർത്താവേ, ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ വന്നു പോയ പാപത്തെ എന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവേ, നീ ഇപ്പോൾ കരുണ തോന്നി എൻ്റെ ദൈവമേ, എൻ്റെ ബന്ധനങ്ങളെ കാണിച്ചു തരണമേ. തിരുത്താൻ എനിക്ക് സമ്മതമാണ്. തിരുത്താൻ എനിക്ക് നിർബന്ധമാണ്. എനിക്ക് തിരുത്തിയേ മുന്നോട്ട് പോകാൻ ഒക്കെയുള്ളൂ. ഇന്ന് ഞാൻ കടന്നുപോയാൽ അല്ലെങ്കിൽ ഞാൻ നിത്യനരകത്തിലേക്ക് പോകുമല്ലോ. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ ബന്ധനങ്ങൾ നീ അഴിച്ചു തരണമേ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, അങ്ങനെ നിങ്ങൾ ഒന്നൊന്നായി നിങ്ങളുടെ പാപബന്ധനങ്ങൾ കർത്താവിനോട് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കണം. ഒരു കാര്യം വളരെ ഉറപ്പാണ്. ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം വന്ന് നിങ്ങളുടെ തലമേൽ വന്ന് പൊഴിയും. തലമേൽ തിരുരക്തം പൊഴിയും. തലമേൽ തിരുരക്തം വന്ന് തുള്ളി തുള്ളിയായി വീഴും. ആ തിരുരക്തം നിങ്ങളുടെ പാവങ്ങളെല്ലാം കഴുകിത്തരും. പ്രിയപ്പെട്ടവരെ, അതൊന്നും ഉള്ളതായിട്ട് പോലും കർത്താവ് ഓർക്കുകയില്ല. എല്ലാം മാറ്റിത്തരും. എല്ലാ പാപങ്ങളും മാറ്റിത്തരും. എല്ലാ ബന്ധനങ്ങളും അഴിച്ചു തരും. സകല ബന്ധനങ്ങളും. ദൈവത്തിന് സ്തോത്രം. ഒരു ബന്ധനം ഇല്ലാതെ നിൽക്കുന്ന എന്തൊരു ഭാഗ്യമാണെന്നോ. ബന്ധനങ്ങൾ അഴിഞ്ഞു കിട്ടുന്ന എന്തൊരു സൗഭാഗ്യമാണെന്നോ. ബന്ധനങ്ങൾ അഴിഞ്ഞു കിട്ടണം. ദൈവത്തിന് സ്തോത്രം. എല്ലാ ബാധകളും മാറിക്കിട്ടണം. സമാധാനത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. കർത്താവിൽ ബലം പ്രാപിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കണം. ആത്മാവിൽ ശക്തിപ്പെട്ട് ജീവിക്കാൻ സാധിക്കണം. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ സംഭവിക്കുന്നതാണ്, അത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. കാരണം എപ്പോഴാണ് നമ്മുടെ ജീവിതം അവസാനിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. എപ്പോഴാണ് കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ. നനച്ചിരിയാതെ പെട്ടെന്നായിരിക്കും ആപത്ത് വരുന്നത്. നനച്ചിരിയാതെ പെട്ടെന്ന് ആപത്ത് വരുന്നു. ദൈവത്തിന് സ്തോത്രം. പെട്ടെന്നാണ് കൂടി ആപത്ത് വരുന്നത്. പെട്ടെന്നാണ് കൂടി അത്യാഹിതം വരുന്നത്. പെട്ടെന്നാണ് വലിയൊരു കഷ്ടം വരുന്നത്, വലിയൊരു നഷ്ടം വരുന്നത്. നാം ആരും ചിന്തിക്കുന്ന സമയത്തായിരിക്കില്ല അത് വരുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാം. നിങ്ങൾക്ക് അനുഭവിച്ച് തുടങ്ങാം. നിങ്ങൾക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, ബന്ധനങ്ങൾ ഏറെയുണ്ട്. എന്തെല്ലാം എനിക്ക് ഇപ്പോൾ മുഴുവൻ ഓർക്കാൻ പറ്റുന്നില്ല. എല്ലാം എനിക്ക് കാണിച്ചു തരണമേ. നാഥ, ഞാനിരുന്ന് എല്ലാം തിരുമുമ്പാകെ ഏറ്റുപറഞ്ഞ്, കർത്താവേ, ഞാൻ മനുഷ്യരോടല്ല നിന്നോട് തന്നെ എല്ലാം ഏറ്റുപറഞ്ഞ് ഞാൻ മോചനം പ്രാപിച്ചുകൊള്ളാം. അതിനുള്ള കൃപ എനിക്ക് തരണമേ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഒരു ബന്ധനം വെച്ചുകൊണ്ടിരിക്കരുത്. ജീവിതത്തിൽ ഒരു ബാധ്യതയും വെച്ചുകൊണ്ടിരിക്കരുത്. പിശാചിന് അവകാശം കൊടുക്കരുത്. സാത്താൻ ഇടം കൊടുക്കരുത്. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. സാത്താനോട് എതിർത്ത് നിൽക്കണം. പിശാചിനോട് എതിർത്ത് നിൽക്കാൻ എന്താണ് മാർഗം? പാവം തമ്മിലില്ലാതെയാകുകയാണ് മാർഗം. പാവം തമ്മിലില്ലാതിരിക്കണം. എങ്കിലേ പിശാചിനോട് എതിർത്ത് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിശാച് നമ്മെ വീഴ്ച കളയും. നമ്മെ വെട്ടി വീഴ്ച കളയും. അവൻ നമ്മൾ ബന്ധിച്ച് കളയും. ചങ്ങലയിൽ കുടുക്കിയിട്ട് അവൻ കാരാഗ്രഹത്തിട്ട് കളയും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം ബന്ധനങ്ങളുണ്ട്? പാപത്തിൻ്റെ ബന്ധനങ്ങൾ എന്തെല്ലാം ഉണ്ട്? കർത്താവേ, ശാപകരമായ എന്തെല്ലാമാണ് വന്നുപോയത്? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഗർഭഛിദ്രം നടത്തിയവരുണ്ട്. ഗർഭഛിദ്രം നടത്തിയവർ
ഗർഭഛിദ്രം നടത്തുന്നത് പാപമാണ്, അതൊരു കൊലപാതകമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു സ്ത്രീ ഗർഭിണിയായി ആ സ്ത്രീയുടെ ഗർഭം അത് നശിപ്പിച്ച് കളയുന്നത് പാപമാണ്, പാതകമാണ്. ഇതൊന്നും പാവപ്പെട്ട ആളുകൾ അറിയുന്നില്ല. ആൾ പുറത്തു വന്നതിന് ശേഷം കൊന്നാലല്ലേ കൊലപാതകമാകുമെന്ന് ചിന്തിക്കുന്നതല്ല. ആ ശിശു ഉരുവായപ്പോൾ മുതൽ അത് ജീവനുള്ള ശിശു, ആ ശിശുവാണ്. ആ ശിശുവിനെ ഗർഭത്തിൽ വെച്ച് തന്നെ കൊന്നാൽ അത് കൊലപാതകം തന്നെ, വളരെ വളരെ ഹീനമായ പാതകമാണ്. പ്രിയപ്പെട്ടവരെ, അനേകരിതൊന്നും അറിയുന്നില്ല. എന്നാൽ നേരെ മറിച്ച് ദൈവത്തിന് സ്തോത്രം, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയെങ്കിൽ ഇനി പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റില്ലല്ലോ. എന്ത് ചെയ്യും? എന്താ ചെയ്യേണ്ടത്? കർത്താവേ, എനിക്ക് ഇനി പ്രായശ്ചിത്തം ചെയ്യാൻ കഴിവില്ലല്ലോ, കർത്താവേ ഇതിന് പരിഹാരം വരുത്താൻ എനിക്ക് കഴിവില്ലല്ലോ. അതുകൊണ്ട് കർത്താവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? തെറ്റുപറ്റിപ്പോയല്ലോ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധം തരും. ദൈവത്തിന് സ്തോത്രം. എന്താണ് ചെയ്യേണ്ടതെന്ന് വീണ് കരഞ്ഞുകൊള്ളുക. വേറൊന്നും ചെയ്യാനൊക്കെ പറ്റുകയില്ലല്ലോ. വീണ് കരഞ്ഞുകൊള്ളുക. പ്രായശ്ചിത്തം വേറൊന്നും വേണ്ട, കണ്ണീരാണ് പ്രായശ്ചിത്തം. കരഞ്ഞുകൊള്ളുക, ഏങ്ങലടിച്ച് കരഞ്ഞുകൊള്ളുക. കർത്താവേ, തെറ്റുപറ്റിപ്പോയി. എന്തെല്ലാമോ മാനുഷികമായ പരിഗണനയാൽ അന്ന് ഞാൻ ഗർഭഛിദ്രം നടത്തുവാൻ ഞാൻ അനുവദിച്ചു പോയി. എൻ്റെ കർത്താവേ, തെറ്റുപറ്റിപ്പോയി. പുരുഷന്മാരും സ്ത്രീകളും ഓരോരുത്തരും ചിന്തിക്കുക. ആരെയും വേദനിപ്പിക്കരുത്, ആരെയും മുറിപ്പെടുത്തരുത്, ആർക്കും നഷ്ടം വരുത്തരുത്, ആർക്കും നിങ്ങൾ മൂലം നഷ്ടം വരരുത്. ദൈവത്തിന് സ്തോത്രം. ഓരോ അണു പോലും നഷ്ടം വരരുത്. നിങ്ങൾ മൂലം കഴിവുള്ള ഉപകാരം മറ്റുള്ള കിട്ടിക്കൊണ്ടിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഓർക്കുക, പ്രിയപ്പെട്ടവരെ, ചിന്തിക്കുക. നിങ്ങൾക്ക് തിരുത്താൻ അനേകം കാര്യങ്ങളുണ്ട്. ഇത് ഓരോന്നുമായിട്ട് ദൈവത്തിലേക്ക് ചെല്ലണം. അനേകം കുടുംബങ്ങളിൽ ആത്മഹത്യകൾ നടക്കുന്നു. എന്തുകൊണ്ട് ആത്മഹത്യ നടക്കുന്നു? നിരാശയാലാണ് ആത്മഹത്യ. എന്താണ് നിരാശ? ദൈവത്തിന് വിശ്വാസമില്ല, അതാണ് ആത്മഹത്യ. ആത്മഹത്യ മഹാപാതകമാണ്. ആത്മഹത്യ എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും മഹാപാതകമാണ്. ഞാൻ മരിക്കുമെന്ന് തീരുമാനിക്കുന്നത് നിരാശയിൽ നിന്നാണ്, അല്ലെങ്കിൽ ആരോടെങ്കിലും വൈരാഗ്യം കൊണ്ടാണ്, ആരോടെങ്കിലും പകയുള്ളതുകൊണ്ടാണ് ഞാൻ മരിക്കുമെന്ന് തീരുമാനിക്കുന്നത്. ഭർത്താവിനോട് പകയുള്ളതുകൊണ്ട്, ഭർത്താവിനോട് വൈരാഗ്യമുള്ളതുകൊണ്ട്, ഭർത്താവ് വേറെ സ്ത്രീയുടെ കൂടെ ജീവിക്കുന്നത് കാണുമ്പോൾ ആ സ്ത്രീ, ഭാര്യ നിരാശപ്പെട്ട് ഞാനങ്ങ് മാറിയേക്കാം, ഞാനങ്ങ് ഒഴിഞ്ഞു മാറിയേക്കാം ആത്മഹത്യ ചെയ്യാൻ നോക്കുന്നവരുണ്ട്. ഭർത്താവിൻ്റെ മർദ്ദനം സഹിക്കുകയാതെ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. ആത്മഹത്യാ പ്രവണത മഹാപാപമാണ്, ഒരിക്കലും വരരുത്. എന്തെല്ലാം സംഭവിച്ചാലും ശരി, ആത്മഹത്യ ചെയ്യരുത്. ആത്മാവ് ദൈവം തന്ന ആത്മാവാണ്. ഈ ആത്മാവിനെ കളയാൻ നമുക്ക് അവകാശമില്ല. ദൈവത്തിന് സ്തോത്രം. ഈ ജീവൻ ദൈവം തന്ന ജീവനാണ്. ഈ ജീവൻ നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. ഓരോരുത്തരും നോക്കുകയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മഹത്യാ പ്രവണതയുണ്ടെങ്കിൽ ഇന്നത് ഫുൾ സ്റ്റോപ്പ്, ഇന്നത് ഒരു വ്യക്തമായ വിരാമം ഇട്ടുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. വ്യക്തമായി നിർത്തിക്കൊള്ളുക. വ്യക്തമായിട്ട് ആ ചിന്തകളെല്ലാം പൈശാചികമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. വൈരാഗ്യം വരുന്നത്, ആരോടെങ്കിലും പക വരുന്നത്, വിദ്വേഷം വരുന്നത്, ഇതെല്ലാം ആത്മഹത്യക്ക് തുല്യമായ കാര്യമാണ്. അതെല്ലാം മാറ്റിക്കൊള്ളുക. നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് ഇതെല്ലാം നീക്കിക്കൊള്ളുക. അസൂയ വരുന്നുണ്ടോ? അസൂയ വരുന്നുണ്ടോ? ആർക്കെങ്കിലും നല്ലൊരു വീട് പണിതു, അസൂയ വരുന്നുണ്ടോ? നല്ല ഒരു ഷർട്ട് ഇട്ടു, അസൂയ വരുന്നുണ്ടോ? നല്ലൊരു സാരി എടുത്തു, അസൂയ വരുന്നുണ്ടോ? എനിക്ക് അതുപോലെയുള്ളത് വേണമെന്ന് ചിന്തിക്കുന്നു. ഇതെല്ലാം അസൂയയുടെ ഓരോ ഭാഗങ്ങളാണ്. അസൂയയ്ക്ക് ഇടം കൊടുക്കരുത്. കർത്താവേ, നീ തന്നത് എനിക്ക് മതി. കർത്താവ്, വേറൊന്നും വേണ്ട. മറ്റൊന്നെന്തുണ്ടെന്ന് ഞാൻ നോക്കുന്നില്ല. മറ്റുള്ളവരുടെ സന്തോഷത്തെ ഞാൻ സന്തോഷിക്കും. മനോഹരമായി വീട് കൊണ്ടതുകൊണ്ട് സന്തോഷം, ദൈവമേ നിനക്ക് സ്തുതി. വേറൊരാൾക്ക് ഒരു നല്ല വിവാഹം നടന്നു, സന്തോഷം, ദൈവമേ നിനക്ക് സ്തുതി. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എവിടെ നന്മയുണ്ടോ അതിനെ നാം അംഗീകരിക്കുകയും അതിനെ ആസ്വദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുക. കർത്താവിന് സ്തോത്രം. ഒരിക്കലും അതിനെ എതിർക്കരുത്, അല്ലെങ്കിൽ ഉള്ളിൽ അസൂയപ്പെടരുത്. അസൂയ മഹാവിപത്താണ്. അത് വലിയൊരു അപകടമാണ് അസൂയ. നിഗളം വരുന്നുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? നിഗളം, സാത്താൻ സിംഹാസനമുള്ള കാര്യമാണ് ഈ പറയുന്നത്. സാത്താൻ സിംഹാസനം ഇടുന്നു. എവിടെ നിഗളമുണ്ടോ? അഹങ്കാരമുണ്ടോ? എൻ്റെ കാര്യത്തിൽ ഞാൻ മതി എന്നൊരു തോന്നലുണ്ടോ? ഇല്ല മോനെ, നിൻ്റെ കാര്യത്തിൽ നീ പോരാ. യേശു വേണം. നിനക്ക് ജയകരമായി മുന്നോട്ട് പോകണമെങ്കിൽ യേശു വേണം. എനിക്ക് ഇത്രയും രൂപയുണ്ട്, അല്ലെങ്കിൽ ഇത്രയും കഴിവുണ്ട്, ഇത്രയും ഉന്നതമായ സ്ഥാനമാനങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ മതിയെന്ന് തോന്നരുത്. ഇതെല്ലാം എത്ര നേരത്തേക്കുണ്ട്? നിൻ്റെ സ്ഥാനമാനങ്ങൾ, നിൻ്റെ പദവികൾ, നിൻ്റെ പ്രതാപങ്ങൾ എത്ര നേരത്തേക്കുണ്ട്? എല്ലാം ക്ഷണഭങ്കുരം അത്രേ. എല്ലാം നിമിഷം കൊണ്ട് കഴിഞ്ഞു പോകുന്നതാണ്. എല്ലാം നിമിഷം കൊണ്ട് തീർന്നു പോകുന്നതാണ്. കർത്താവിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എളിമപ്പെടുക. എത്രത്തോളം? ക്രൂശിലെ മരണത്തോളം നിങ്ങൾ താഴുക. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ കുരിശ് മരണത്തോളം നിങ്ങൾ താഴുക. യേശുക്രിസ്തു എന്ത് ചെയ്തു? എല്ലാവരും നിന്ദിച്ചപ്പോഴും യേശു അതൊന്നിനും ഒരു കാരണവശാലും കർത്താവ് എതിര് പറഞ്ഞില്ല. പിലാത്തോസ് വിസ്തരിച്ചു, യേശു ഒന്നും മിണ്ടിയില്ല. ഹേരോദാവ് വിസ്തരിച്ചു, യേശു ഒന്നും മിണ്ടിയില്ല. ഹന്നാവിൻ്റെയും കയ്യാഫാവിൻ്റെയും കോടതിയിൽ വിസ്തരിച്ചു, യേശു ഒന്നും മിണ്ടിയില്ല. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ കന്നത്തടിച്ചു, യേശു ഒന്നും മിണ്ടിയില്ല. യേശുവിൻ്റെ മുഖത്തേക്ക് തുപ്പി, യേശു ഒന്നും മിണ്ടിയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശു ചങ്കിലേക്ക് കുന്തം കൊണ്ട് കുത്തി. മറുപടി എന്തായിരുന്നു?
രക്തവും വെള്ളവും മാത്രം, വേറെ മറുപടിയില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പറ്റുമോ നിങ്ങൾക്ക്? സാധിക്കുമോ നിങ്ങൾക്ക്? മറുപടി എന്താണ്? നമ്മുടെ ജീവരക്തം മാത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് ബന്ധനം കഴിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ബന്ധനം കഴിഞ്ഞ് സാത്താന സിംഹാസനം പൊളിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഹല്ലേലൂയ. അനേക കുടുംബങ്ങളിട്ടിരിക്കുന്ന സാത്താന സിംഹാസനത്തിൻ്റെ അടിത്തറ ഇളക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പൈശാചികൻ്റെ ബന്ധനങ്ങൾ അഴിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? സാത്താൻ്റെ ബന്ധനം കഴിഞ്ഞ് ശാപമുക്തി നേടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പാവമോചനം പ്രാപിച്ച ദൈവത്തെ സ്തുതിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾ തീരുമാനമെടുക്കുക, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വന്നതെല്ലാം വന്നുപോയല്ലോ, നഷ്ടമായി പോയല്ലോ. ഇനിമേൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും. യേശുക്രിസ്തുവിനെ മാനിച്ചും യേശുക്രിസ്തുവിനെ ആരാധിച്ചും ഒരു പുതിയ മനുഷ്യനായി ഞാൻ ജീവിക്കും. നിങ്ങൾ തീരുമാനിക്കൂ പ്രിയപ്പെട്ടവരെ. യേശുവാണ് എൻ്റെ നാഥൻ, യേശുവാണ് എൻ്റെ നായകൻ. ഭൂമിയിലെ മനുഷ്യരാരും നായകന്മാരല്ല, ഭൂമിയിലെ മനുഷ്യരാരും ലീഡേഴ്സല്ല. ഒരേ ഒരു ലീഡർ മാത്രമേ എനിക്കുള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഞാൻ വ്യക്തികളെ പൂജിക്കുകയില്ല, ഞാൻ യേശുവിനെ ഞാൻ പൂജിക്കും. യേശുവേ നിന്നെ ഞാൻ ആരാധിക്കും. യേശുവെ ഇന്ന് ഞാൻ പുതിയൊരു മനുഷ്യനായി ജീവിക്കും. തീരുമാനം എടുക്കൂ പ്രിയപ്പെട്ടവരെ. എല്ലാ ബന്ധങ്ങളും അഴിയട്ടെ, സാത്താന സിംഹാസനം പൊളിയട്ടെ. സാത്താന സിംഹാസനം, നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന സിംഹാസനം അടിത്തറ ഇളകി അത് നശിച്ചു പോകട്ടെ, തീർന്നു പോകട്ടെ, തകർന്നു പോകട്ടെ. നിങ്ങൾ യേശുവിൻ്റെ മക്കളായി തീരുക. ഹല്ലേലൂയ, യേശുവിൻ്റെ പ്രിയ ജനമായി തീരുക. യേശുവിൻ്റെ പ്രിയ ജനമായി തീർന്ന് യേശുവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ. ജീവൻ്റെ ഉടയനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നിത്യപരിശുദ്ധനായ നിത്യനായ ദൈവമേ, അവിടുത്തെ പാതപിടുത്തെങ്കിലേക്ക് വന്ന ഞങ്ങളുടെ അടിയങ്ങളെല്ലാവരെയും അവിടെ തൃക്കരം തൊട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരക്തത്താൽ ഞങ്ങൾക്ക് മുദ്ര അണിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ പൈശാചിക ബാധകളും ബന്ധനങ്ങളെല്ലാം അകന്ന് യേശുവിനെ സത്യത്തിലും ആത്മാവിൽ ആരാധിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ നിന്റെ മക്കളെല്ലാവരും കർത്താവ് അവിടുത്തെ രണ്ടാമത്തെ വരവിൽ പറന്നുയരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ നിൽപ്പാൻ എല്ലാവരെയും ഒരുക്കണമേ, യോഗ്യരാക്കി തീർക്കണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കുറേയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം.